രാഷ്ട്രീയവും മതവിശ്വാസവും അല്ലെങ്കിൽ പാരമ്പര്യവും തമ്മിലുള്ള ഒരു ബന്ധം ഞാൻ ഇന്ന് 2 ദിവസമായി കാണുന്ന എൻ്റെ ഒരു എക്സാക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ SNDPയുടെ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ആനയെ ദ്രോഹിക്കുന്നത് തടയണം, കരിമരുന്ന്, കതിനാവെടി, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല, ഇന്നത്തെ സമൂഹമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല, ഇതിനകത്തൊക്കെ കാലോചിതമായ പരിഷ്കരണം വേണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളുമായിട്ട് ഒത്തുപോകുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ നല്ല കാര്യമല്ലേ? അതിപ്പോൾ SNDPക്കാരൻ പറഞ്ഞാലും NSSകാരൻ പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞാലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ഈ രാഷ്ട്രീയം, നേരെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയാണ്, ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണം സംബന്ധിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് വളരെ ഭീതി ഉളവാക്കുന്നതാണ്, അത്തരം ശ്രമങ്ങളെ നമ്മൾ തടയണം. അതായത് ആനയെ എഴുന്നള്ളിപ്പ് നിയന്ത്രണം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ പ്രതിരോധിക്കണം എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയാണ്. ഈ രാഷ്ട്രീയ നേതാവിൻ്റെ ജോലി ഈ മതത്തെ സംരക്ഷിക്കലാണ്. അപ്പോൾ മതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില പരിഷ്കരണങ്ങൾ പോലും ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയും തടയുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ് രമേശ് ചെന്നിത്തല, അടുത്ത മുഖ്യമന്ത്രിയാകും എന്ന് ഒരിക്കൽ പറഞ്ഞിരുന്ന ആളാണ്.